ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നുള്ളത് ഹൊയാനിലാണ്. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹൊയാൻ ആൻഷ്യൻ ടൗണിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഇന്ന് ഡ്രിങ്ക്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ഒരു ഗ്രീൻ ടീയോ അതേപോലെ കാപ്പിയായിരുന്നു. കാപ്പി നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണം. പിന്നെ മുട്ട ഓംപ്ലേറ്റ് കിട്ടും, അത് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവരുണ്ടാക്കി തരും. പിന്നെ ഇന്നുണ്ടായിരുന്നത് ഒരു പോർക്ക് വേവിച്ചതും അതേപോലെ സോസേജും ആയിരുന്നു. അത് രണ്ടും ഫുൾ വിയറ്റ്നാമീസ് സ്റ്റൈൽ തന്നെയായിരുന്നു. അപ്പം നമുക്കത് അത്ര അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളും മുട്ട ഓംപ്ലേറ്റും അതൊക്കെ വാങ്ങിയിട്ട് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ജ്യൂസായിട്ടൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെഡി ആയിട്ട് ആൻഷ്യൻ ടൗണിൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ചെയ്തത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പായിരുന്നു. ഇവിടെ ഡമ്മികളിൽ ഇട്ട് വെച്ചിട്ടുള്ളത് അവർ ഓരോ മോഡൽ തയ്പ്പിച്ചിട്ട് വെച്ചിട്ടുള്ളത്, നല്ല തുണികളും കാര്യങ്ങളും നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് മോഡലാണോ ഇഷ്ടപ്പെട്ടത് അത് കാണിച്ചു കൊടുത്താൽ അവർ നമ്മൾ അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള കടകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡലുകളാണ് ചെയ്യുന്നത്, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. പോളിസ്റ്റർ ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ലീനൻ ടൈപ്പ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഓരോ മോഡലുകളും ഇവിടെ വിയറ്റ്നാമിൽ ആൾക്കാർ തയ്ച്ചിടുന്ന രീതിയിലാണുള്ളത്. അവിടെ അപ്പുറത്തെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. Also very nice for blazer. Yeah, but it's too much. Yeah. Okay, I take your measure. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചിട്ട് അതിൻ്റെ റേറ്റ്, മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ കാണിച്ച ഒരു മെറ്റീരിയൽ പ്ലസ് തയ്യലിന് കൂടിയിട്ട് അവർ 19 ലക്ഷം എങ്ങാനാണ് പറയുന്നത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് എത്രത്തോളം വേണം എന്നുള്ളത് വെച്ചിട്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. നോക്ക്, ഇത് മറ്റേ ഇതാക്കാം ലാൻഡേൺസ് ആക്കാൻ പഠിപ്പിക്കുന്നതല്ലേ മെറ്റീരിയൽ. ഇതാ മറ്റേ ഫോട്ടോ മാഗ്നറ്റ് ആക്കിയിട്ട് കൊടുക്കുന്ന 1 to 2 ഫോട്ടോസ് 50K, 3 ഫോട്ടോസ് ഓർ മോർ 40K ആക്കിയാലോ? രസമല്ലേ ഇങ്ങനെ കാണാൻ? 2 ഫോട്ടോ ആക്കിയാലോ? മറ്റേ ലാൻഡേൺസിന് അടുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ഈ ആൻഷ്യൻ ടൗണിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ കടകളിലും ഇതുപോലെ ലാൻഡേൺസുകൾ വിൽക്കുന്നുണ്ട്, അതേപോലെ ഈ ലാൻഡേൺസുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, ഡ്രസ്സ്, തൊപ്പികൾ, ജ്വല്ലറി ഐറ്റംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ കളറിലാക്കി വെച്ചിട്ട് ഓരോ തുണി മെറ്റീരിയലെല്ലാം ഡിസൈനെല്ലാം വ്യത്യാസമുണ്ടല്ലേ. ഇതെൻ്റെ നൂലെല്ലാം ഇത് എന്നിട്ട് ഇങ്ങനെ എടുക്കുന്നല്ലേ നൂല് വെച്ചിട്ട് ഫുൾ. അപ്പം നമ്മുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, കാണണ്ടേ? ഒന്നാമത്തെ ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ. മാഗ്നറ്റ് അല്ലേ ഇത്? യെസ്, ഇത് നമ്മൾ ആൻഷ്യൻ ടൗണിൽ നിന്ന് ചെയ്യിപ്പിച്ചിരുന്ന ഫോട്ടോ മാഗ്നറ്റ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ധനാങ്കിൽ നിന്ന് എടുത്ത ഫോട്ടോ തന്നെയായിരുന്നു. അപ്പം ജസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി 2 ചെയ്യിപ്പിച്ചായിരുന്നു. ഈ ആൻഷ്യൻ ടൗൺ എന്ന് പറയുന്നത് ഒരു പെഡസ്ട്രിയൻ വാക്കിംഗ് ഏരിയ മാത്രമാണ്, വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് കടത്തി വിടൂല. ഫുള്ള് ഷോപ്പുകളും കാര്യങ്ങളായിരിക്കും, പഴയ ഒരു രീതിയിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളാണ്. അതേപോലെ എല്ലാം ഒരു മഞ്ഞ കളർ പെയിന്റ് അടിച്ചിട്ടുള്ള, കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളാണുള്ളത്. അതേപോലെ കോഫി ഷോപ്പുകളുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് സുവനീർസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലേക്കായിരുന്നു. ഈ ഏരിയയിൽ കൂടി നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാൻ തന്നെ എന്തോ ഒരു രസമാണ്. ഇതുണ്ടോ നമ്മൾ ഷർട്ടയിൽ ചിത്രം വരച്ചിട്ട് പെയിന്റിങ്സ് ഉണ്ട്, രസമല്ലേ? ഇങ്ങനെ കുറേ ചിത്രങ്ങൾ. ഈ ഓരോ ചിരട്ടക്കും ചോദിക്കുന്ന വില 2.5 ലക്ഷം VND ആണ്. ഈ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്. അതൊരു നൈറ്റ് മാർക്കറ്റാണ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഓപ്പണിംഗ് ആവുന്നത്.
ഇവിടെയും പലതരം ബാഗുകൾ, ചെരുപ്പുകൾ, തുണികൾ, അതുപോലെ സുവനീറുകൾ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും, പിന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, മീൻ, അങ്ങനെ എല്ലാം കിട്ടും ഈ മാർക്കറ്റിലേക്ക് വന്നാൽ. ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് അന്ന് വൈകുന്നേരമായിരുന്നു റിട്ടേൺ പോവേണ്ടത്. അതുകൊണ്ട് നമുക്കധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയയിൽ കൂടി നടന്നിട്ട് മടങ്ങുകയാണ് ചെയ്തത്. ഇത് ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വലിയ വലിയ വിലയാണ് എല്ലാത്തിനും പറയുന്നത്. പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് അവർ കുറച്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് സാധനം എടുക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഹൊയാനിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഈ ഹൊയാൻ്റെ ആൻഷ്യൻ ടൗണിലൂടെയുള്ള രാത്രി കാഴ്ചകൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇതിനേക്കാളും ഭംഗിയാണ്. ഈ ഹൊയാൻ ആൻഷ്യൻ ടൗണിൻ്റെ രാത്രി കാഴ്ചകളും പകൽ കാഴ്ചകളും വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിയറ്റ്നാമിൽ വരുന്ന എല്ലാവരും ദനാംഗിലെ ഹൊയാൻ കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.